ഒരു കാരണവശാലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിട്ടുകൊടുക്കരുത് എന്ന നിലപാടാണ് ലീഗിലെ അധ്യാപക വിദ്യാർത്ഥി സംഘടനകളൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യമില്ല എന്നൊരു നിലപാടിലേക്ക് ലീഗുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില സംഘടനകളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ വകുപ്പ് മാറ്റ ചർച്ചകളിൽ ലീഗ് ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അത് പ്രധാനപ്പെട്ടതാകുന്നത് സർക്കാർ അധികാരം ഏറ്റിട്ട് 2 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും വകുപ്പുകളിൽ തീരുമാനമായിട്ടില്ല എന്നതാണ് അതിന് പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. PJ അരുൺ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് കോഴിക്കോട് നിന്ന്. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. അരുൺ, ഗുഡ് മോർണിംഗ്. സർക്കാർ അധികാരമേറ്റത് 2ാം ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്, 48ാം മണിക്കൂറിലേക്ക് കടക്കുകയാണ്. പക്ഷേ ഇപ്പോഴും വകുപ്പ് വിഭജനം എങ്ങും എത്തിയിട്ടില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തർക്കം എന്ന് പറയുന്നത് കോൺഗ്രസും ലീഗും തമ്മിലാണ്. ഫിഷറീസ് വകുപ്പ്, ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈമാറ്റം, ഇതിൽ തട്ടി കാര്യങ്ങളെല്ലാം അവതാളത്തിൽ നിൽക്കുകയാണ്. ലീഗിനോട് ചേർന്ന് നിൽക്കുന്ന സംഘടനകളൊക്കെ പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഒരു കാരണവശാലും കോൺഗ്രസിന് വിട്ടുകൊടുക്കരുതെന്നാണോ? എന്തായാലും ഈ വകുപ്പ് വിഭജനം സംബന്ധിച്ച തർക്കം അല്ലെങ്കിൽ ഈ തമ്മിലടി നേരത്തെ തന്നെ ഈ മുൻകൂട്ടി കണ്ടതാണ്. ഈ മന്ത്രിസഭ രൂപീകരണത്തിൻ്റെ മുന്നോടിയായി തന്നെ മുഖ്യമന്ത്രി ആരാവണം എന്നുള്ളതിൽ തുടങ്ങിയ തർക്കമാണ്. ആ തർക്കം ഇപ്പോൾ രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യമാണ് ഈ വകുപ്പ് വിഭജനത്തിലൂടെ. കാരണം തിങ്കളാഴ്ച തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കാൻ ലോക് ഭവൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും UDF-ലെ തമ്മിലടി ഇതിന് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി നൽകിയിരിക്കുകയാണ്. കാരണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിട്ടുകൊടുക്കരുത്, നേരത്തെ ലീഗ് കൈവശം വെച്ചിരുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇത് നിലനിർത്തണം എന്നുള്ള ആവശ്യമാണ് UDF-ന്റെ മുഖ്യ കക്ഷിയായ മുസ്ലിം ലീഗ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെയും ആവശ്യം. ഇതിനോട് അനുകൂലമായ നിലപാടെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു സംയുക്ത പ്രസ്താവനയുമായാണ് ലീഗ് അനുകൂല സംഘടനകൾ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിൽ അധ്യാപകരുണ്ട്, ഗവേഷക വിദ്യാർത്ഥികളുണ്ട്, പൊതുപ്രവർത്തകരുണ്ട്. അങ്ങനെ 79 പ്രമുഖ വ്യക്തികൾ അടങ്ങിയ അവരുടെ സംയുക്ത പ്രസ്താവനയാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഒരു കാരണവശാലും UDF-ൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ മുസ്ലിം ലീഗ് കൈവശം വെച്ചിരുന്നത് പോലെ വിട്ടുകൊടുക്കരുതെന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഈ 79 പേരും ഈ സംയുക്ത പ്രസ്താവനയിലൂടെ UDF-നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട പോഷക സംഘടനകളുടെ നേതാക്കരെല്ലാം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള ഈ സമ്മർദ്ദം ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിന് മേലിലുണ്ട്. കാരണം ഇടതുപക്ഷ സർക്കാർ വന്നപ്പോൾ പൊതുവിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും രണ്ടായി തരംതിരിക്കുകയും അത് കൂടുതൽ കാര്യനിർവഹണത്തിന് വേണ്ടി 2 വകുപ്പുകളായി തരംതിരിക്കുകയും ചെയ്തു. അത് 2 മന്ത്രിമാരാണ് അതിൻ്റെ ചുമതല വഹിച്ചിരുന്നത്. എന്തായാലും പൊതുവിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ മുസ്ലിം ലീഗിന് ഷംസുദ്ദീന് നൽകാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനം എങ്ങുമാകാത്തത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി UDF-ൽ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഈ കാരണവശാലും വിട്ടുകൊടുക്കരുത് എന്നുള്ള നിലപാട് വഴി എന്തായാലും UDF-ൽ വലിയ രീതിയിലുള്ള ഒരു ചർച്ച തന്നെയാണ് ഈ ദിവസങ്ങളിലും, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലെന്ന് പറയാൻ പോലും പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം 2 ദിവസങ്ങൾക്ക് മുമ്പ് VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ രൂപീകരിച്ചെങ്കിലും വകുപ്പുകൾ ആരാണ്, ഈ സെക്രട്ടേറിയറ്റിലുള്ള മുറി വരെ നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോരോ അനക്സിലും സാൻഡ്വിച്ച് ബ്ലോക്കുകളിലുമായി മന്ത്രിമാരുടെ റൂമുകൾ വരെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും ഈ മന്ത്രിമാർ ഏത് വകുപ്പുകളാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിലാണ് ഇതുവരെയും തീരുമാനമാക്കില്ല എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപം തന്നെ വലിയ രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. അത് സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉയർന്നു വരുന്നുണ്ടെന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ഈ ഒരു പ്രസ്താവനയിൽ ഇവർ ആവശ്യപ്പെടുന്നത്, എന്തായാലും പറയുന്നത്, മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ വകുപ്പ് വിഭജിക്കപ്പെടുകയാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല അത് നിർബന്ധമായും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തന്നെ അത് ആവശ്യപ്പെടണം. ആ ഒരു പ്രസ്താവനയിലൂടെ ഈ ഒരു സംഘടന ശക്തമായി ആവശ്യപ്പെടുകയാണ്. എന്തായാലും മനു, ഈ വരുന്ന ദിവസവും ഈ ഒരു മണിക്കൂറുകളും ഈ ഒരു ദിവസവും എന്തായാലും ഇനി മന്ത്രിസഭാ യോഗം നടക്കാനിരിക്കെ ഈ വകുപ്പുകളുടെ കാര്യത്തിലും ഒരു അനിശ്ചിതത്വം തുടരുകയാണ്. എന്തായാലും UDF-ന് ഈ മുഖ്യമന്ത്രി ചർച്ചകൾക്ക് ശേഷം മറ്റൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് മനു.